ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ജലജയാണെങ്കിൽ ഇവിടെ വീട്ടിൽ ഒരു കൊച്ചുണ്ടെന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനോടും കനകയോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേട്ട് ഇങ്ങനെ മടുക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അതെ, ഇങ്ങനെ ഓരോന്ന് പറയാനാണെങ്കിൽ എനിക്കും പറയാനറിയാം, തെളിവ് സഹിതം പറയാൻ എനിക്കും അറിയാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരും നാറും, ഒരു മോഷണത്തിൻ്റെ കഥയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അന്നേരത്തേക്കും ജലജ വായടയ്ക്കും. അന്നേരം ദേവേനെ ചോദിക്കും, മോഷണമോ? അതെന്താ മോളെ? അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് ജലജയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിന് തക്കതായ തെളിവ് സഹിതമായിരിക്കും പറയുന്നത്, അതുകൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോഴേക്കും ഞാനൊന്നും ചെയ്തിട്ടുമില്ല, ഇവൾ എന്നെ വായ അടപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാണ് എന്ന് ജലജ പറയും. എന്താണെങ്കിലും മിണ്ടാതിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് നയന അപ്പുറത്തേക്ക് പോവാണ്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, നയന പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ, അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് അവളുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് നീ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ കാര്യമായിരിക്കും അവൾ പറഞ്ഞത്, അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്നിങ്ങനെ ദേവേനി പറയും. അന്നേരം ജലജ പറയും, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, എൻ്റെ വായ അടുപ്പിക്കാൻ വേണ്ടി അവൾ എന്തോ വിളിച്ച് പറഞ്ഞതാണ് എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ പറയും, മോൾ അങ്ങനെ ഇല്ലാത്ത കാര്യമൊന്നും പറയില്ല. അന്നേരം ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ജലജ മനസ്സിലോർക്കുക, നിങ്ങളുടെ മോക്ക് നല്ല ഒന്നാം തരം അക്കിടി പറ്റിയിട്ടുണ്ട്, അത് മിണ്ടാതെ അവൾ നടക്കുന്നത് എന്നിങ്ങനെ ഗോവിന്ദൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ മനസ്സിലോർക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബിയാണ്. അബി സ്വർണം ഇങ്ങനെ മുത്തശ്ശി കൊടുത്ത സ്വർണ്ണം ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ട് ഇങ്ങനെ നവിയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അത് കാണുന്നത് ഭയങ്കര സന്തോഷമാണ് നവിക്ക്. ഇതെന്താടാ എന്നൊക്കെ പറഞ്ഞ് തുറന്ന് നോക്കുക കേട്ടോ. അന്നേരം അബി പറയുന്നുണ്ട്, ഇതൊക്കെ അണിഞ്ഞ് നല്ല സുന്ദരിയായിട്ട് വീട്ടിലോട്ട് വരണം എന്നാ മുത്തശ്ശി പറഞ്ഞത് എന്ന് പറയുമ്പോൾ നവി അത് തുറന്ന് നോക്കുകയാണേ. ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള മുത്തശ്ശിമാർ എല്ലാവർക്കും ഉണ്ടെങ്കിൽ എന്ത് ഭാഗ്യമാണെന്ന് ഓർത്തേ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്നിങ്ങനെ പറയും. അന്നേരം അബി പറയുന്നുണ്ട്, ഓ, സ്വർണം കണ്ടാൽ മാത്രമേ നിൻ്റെ മുഖത്ത് ഇത്രത്തോളം ഒക്കെ സന്തോഷം വരുള്ളൂ എന്ന് എനിക്ക് അറിയാം എന്ന് പറയുമ്പോൾ, എടാ, എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണ്, സ്വർണത്തിന് കൈവശം കൊടുത്തിട്ടുണ്ട് പെൺകുട്ടികൾക്ക്, അതുകൊണ്ട് സ്വർണം തരുന്ന എല്ലാവരെയും അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് പറയുക. അന്നേരം അബി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഈ സ്വഭാവമൊന്നും നിൻ്റെ അനിയത്തിക്കില്ലല്ലോ എന്ന്. അന്നേരം നവ്യ പറയും, അവൾ ഒരു പഴഞ്ചനല്ലേ, അതുകൊണ്ടല്ലേ ഭർത്താവ് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും അത് മൂടി വെച്ചുകൊണ്ട് നടക്കുന്നത്, ഞാനാണെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു എന്ന് പറയും. അന്നേരം അബി ഒരു പരീക്ഷണാർത്ഥം ഇങ്ങനെ ചോദിക്കുകയാണ്, ആ സ്ഥാനത്ത്, ആദർശൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ എന്ന്. അന്നേരം നവ്യ പറയും, സംശയമുണ്ടോ, നിന്നെ ആ കൊച്ചിനെ ഞാൻ വെട്ടിക്കൊന്നേനെ എന്ന് പറയുകയാണ്. അന്നേരം അബിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് അതിനെക്കുറിച്ച് വലിയ വിശദീകരിക്കാനൊന്നും പോകുന്നില്ല. അന്നേരം നവി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഏട്ടൻ ആദർശേട്ടൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ആദർശ് ഇന്ന് വന്നിട്ടില്ല എന്ന് പറയും. അന്നേരം വരാതിരുന്നാൽ നന്നായി, ഇനി ഞാൻ അങ്ങേരെ പണ്ടത്തെ പോലെ റെസ്പെക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, അവൾ വേണമെങ്കിൽ സ്നേഹിച്ചോട്ടെ, പക്ഷെ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ പറയും. എന്നിട്ട് അവിയോട് ചോദിക്കുന്നുണ്ട്, ആദർശ് ഇതുപോലത്തെ ഒരു പരിപാടി ചെയ്തതുകൊണ്ട് ഇനിയിപ്പോൾ ആദർശിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുകയില്ല മുത്തശ്ശൻ, നിനക്ക് എന്തൊക്കെയാണ് സ്ഥാനക്കയറ്റം തരാമെന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ എന്തായിടാ എന്ന് ചോദിക്കുമ്പോൾ, ഓ, അതൊക്കെ എന്താകാൻ, അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, എന്നിട്ടും ആദർശേട്ടൻ ഇതുവരെ യാതൊരു ചലനവും ഇല്ല, ആദർശേട്ടനെ ഇപ്പോഴും മുത്തശ്ശൻ ചേർത്ത് പിടിക്കുന്നുണ്ട്, അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അവരെന്തെങ്കിലും ചെയ്യട്ടെ, പിന്നെ നമുക്കിപ്പോൾ ഒന്നും തന്നില്ലെങ്കിൽ ഉള്ളതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് അങ്ങ് ജീവിക്കാം, ഒരുപാടുണ്ടായിട്ട് ഇതുപോലെ മനസ്സമാധാനത്തോടെ ഉണ്ടാക്കുന്നതിലും ഭേദമല്ലേ എന്ന് പറയുകയാണ്. അത് അബിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് നന്ദുവിനെ ട്രെയിനിങ് ക്യാമ്പാണ് കേട്ടോ കാണിക്കുന്നത്. അവർ രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ വേണുവിൻ്റെ ഒടിഞ്ഞ കൈയൊക്കെ കെട്ടിവെച്ചിട്ട് ആ കൈയൊക്കെ ആയിട്ട് ട്രെയിനർ അങ്ങോട്ട് വരുവാണ്. ഇയാളെ കാണുമ്പോഴേ നമ്മുടെ നന്ദുവിനും തുഷാരയ്ക്കൊക്കെ ചിരി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ ചോദിക്കും, എന്ത് പറ്റിയതാ സാറേ? അത് ഞാൻ ബൈക്കിൽ നിന്നൊന്ന് വീണതാണ് എന്ന് പറയും. അന്നേരം തുഷാരയുടെ മുഖത്തെ ആ പുഞ്ചിരി കാണുമ്പോൾ, എന്താ നിൻ്റെ മുഖത്തൊരു ചിരി, അധ്യാപകനെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അറിയുമ്പോൾ അങ്ങനെ സന്തോഷിക്കുന്നത് അത്ര ശരിയല്ല എന്ന് പറയുമ്പോൾ, ഇല്ല സാർ, ഞങ്ങളിങ്ങനെ സന്തോഷിച്ചൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് എന്നത്തെ പോലെ തന്നെ നന്ദുവിന് പിന്നെയും പണി കൊടുക്കുന്നുണ്ട്, കൂടുതൽ എക്സസൈസ് ചെയ്യാനൊക്കെ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മനസ്സിലോർക്കുകയാണ്, നിനക്കുള്ള പരീക്ഷണം വരുന്നേ ഉള്ളടി, ഒന്നും ആയിട്ടില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും ജലജയൊക്കെ തന്നെയാണ്. ഗോവിന്ദൻ പറയുന്നുണ്ട്, ഏതായാലും അബി കൂടി ഇങ്ങനെ മാറിയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി, വിവാഹശേഷം ഇതുപോലെ സങ്കടപ്പെട്ട അച്ഛനും അമ്മയും വേറെ ലോകത്ത് കാണുകയില്ല, ഏതായാലും ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിലായല്ലോ, അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ജലജ അവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരാൾ നന്നാവുമ്പോൾ വേറൊരാൾ അതിനേക്കാളും നന്നാകും, അതാ അവിടുത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ, അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം അബി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അബി അന്നേരം പറയുന്നുണ്ട്, അമ്മയ്ക്ക് എപ്പോഴെങ്കിലും വായ
വായൊന്ന് അടച്ചു വെക്കാൻ മേലെ എന്നിങ്ങനെ ചോദിക്കും. ഓ ഞാൻ പറയുന്നതാണല്ലോ കുഴപ്പം എന്നിങ്ങനെ പറയുക. നേരെ ദേവേനി പറയുന്നുണ്ട്, ഈ പറഞ്ഞത് തന്നെ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? നീ ഇതൊക്കെ ഇങ്ങോട്ട് വന്നത് കുഞ്ഞിനെയും അമ്മയും കൂടി കൂട്ടിക്കൊണ്ട് പോകാനാണെങ്കിൽ ആ ചടങ്ങ് നടത്തണം, അല്ലാതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നിങ്ങനെ പറഞ്ഞ് ദേവയാനി ജലജനെ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ മറച്ചു വെച്ച് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ ആദർശമോനെ വിളിച്ചായിരുന്നു, ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ചോദിച്ചു. അന്നേരം മോൻ എന്തോ തിരക്കിലായിരുന്നു, പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഞാൻ പിന്നെ വരാം അച്ഛ എന്ന് പറയുകയും ചെയ്തു എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, അവൻ ഇനി എല്ലാവരുടെയും ഫോൺ കട്ട് ചെയ്യത്തേ ഉള്ളൂ, കൂടുതൽ സംസാരിക്കാൻ നിൽക്കത്തില്ല എന്ന്. അന്നേരം ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ ഗോവിന്ദന്, ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ്. അന്നേരം ജാനകി പറയുന്നുണ്ട്, നിങ്ങൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിച്ച് ഇവിടെ കുളവാക്കാൻ നിൽക്കണ്ട. എൻ്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ഭാര്യയായ നയനയ്ക്ക് പ്രശ്നമില്ല, അത് അവർ പരിഹരിച്ചോളൂ. അവൻ്റെ കാര്യം ഓർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല, അവൻ്റെ കാര്യം നോക്കാൻ വീട്ടിൽ വേറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ് ദേവേനെ ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരത്തേക്കും അങ്ങോട്ടേക്ക് നയനയും കനകയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അവർ വന്നിട്ട് പറയും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനായിട്ട് നിൽക്കേണ്ട കാര്യമില്ല, ഏതായാലും ചേച്ചിയും കൊച്ചിനെയും കൊണ്ടുപോകാനുള്ള സമയമായി, ഇനി നമുക്ക് ആ കാര്യങ്ങൾ അങ്ങ് നടത്താം എന്ന് പറയുമ്പോൾ, എങ്കിൽ ആവശ്യമുള്ള കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ജാനകി പറയാണ്, നിങ്ങളുടെ ഇളയ മോളുണ്ടല്ലോ, അവൾ പോലീസ് ക്യാമ്പിലേക്ക് പോയി കഴിയുമ്പോൾ സ്വൈര്യം കിട്ടുമെന്ന് ഓർത്തായിരുന്നു എൻ്റെ മരുമോള് വീട്ടിലിരുന്നത്. പക്ഷേ ഇപ്പോഴും അവനും അവളും തമ്മിൽ സംസാരിക്കുന്നുണ്ട്, അതിൻ്റെ പേരിൽ അവൾ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കാറുമുണ്ട് എന്ന് പറയുമ്പോഴേക്കും കനക പറയുന്നുണ്ട്, അങ്ങനെ ഇപ്പോഴും എൻ്റെ മോളെ തന്നെ കുറ്റം പറയുമ്പോൾ ഒരു കാര്യം അറിയുന്നത് നല്ലതാണ്. ഞാൻ ഇന്നാളെ മാർക്കറ്റിൽ പോയപ്പോൾ അനാമിക ഒരു ആണിച്ചെറുക്കൻ്റെ കൂടെ ബൈക്കിൽ ഇങ്ങനെ ഒട്ടിയിരുന്ന് പോകുന്നത് കണ്ടു എന്ന് പറയും. അന്നേരത്തേക്കും ജലജ, അയ്യോ അതിന് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒരുമിച്ച് ബൈക്കിൽ പോകുന്നത് വലിയ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ തെറ്റൊന്നുമില്ല, പക്ഷെ ആ ഇരിപ്പിനൊരു സഭ്യത വേണമെന്ന് ഇങ്ങനെ പറയുക കേട്ടോ. അന്നേരത്തേക്കും ജാനകിക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. ഓ നിങ്ങളുടെ മോനെ കുറ്റം പറഞ്ഞപ്പോൾ എൻ്റെ വായ അടപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ നിങ്ങൾ ഇതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഒന്നുമല്ല ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് എന്ന് കനക പറയും. അന്നേരത്തേക്ക് അഭി, അതിനിപ്പോൾ അനാമികയെ തെറ്റ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അമ്മേ, അനിയുടെ സ്വഭാവം അതാണ്, അനാമിക എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും അവൻ പിന്നെയും നന്ദുവിൻ്റെ പുറകെ നടക്കുമല്ലേ, അതിൻ്റെ വാശിക്ക് അവൾ ഓരോന്ന് ചെയ്യുന്നതായിരിക്കും, ഇങ്ങനെ അവനെ മാറ്റാൻ പറ്റുള്ളൂ എന്ന് അനാമിക മനസ്സിലോർത്ത് കാണും എന്നൊക്കെ ഇങ്ങനെ അഭി പറയും. അന്നേരത്തേക്കും അതാകാനേ വഴിയുള്ളൂ എന്ന് ജാനകിയും പറയുന്നുണ്ട്. അന്നേരത്തേക്ക് നവ്യ കൊച്ചുമായിട്ട് അങ്ങോട്ട് വരും. അന്നേരം ജാനകി, ഓ അമ്മ തന്നെ സ്വർണ്ണമൊക്കെ ഇട്ട് കൊച്ചിൻ്റെ അമ്മയും അങ്ങ് സുന്ദരിയായല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം ജലജ ഇങ്ങനെ മോളെയും കുഞ്ഞിനെ ഇങ്ങനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേ സ്വർണ്ണമൊക്കെ തരണ്ടേ, നിൻ്റെ വീട്ടിൽ നിന്ന് എന്നിങ്ങനെയൊക്കെ പറയും കേട്ടോ. അന്നേരം നവിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം നവ്യ പറയുന്നുണ്ട്, അതെൻ്റെ അച്ഛനെ അമ്മയും ഇത്തിരി ബുദ്ധിമുട്ടിലാണ്, അവർക്കതിനുള്ള വകയില്ല, അതറിഞ്ഞിട്ടാണ് മുത്തശ്ശി എനിക്ക് സ്വർണം തന്നു വിട്ടത്, അതുകൊണ്ട് ആ സ്വർണം ഞാൻ ആർക്കും തരാനും പോകുന്നില്ല, ഇതിൻ്റെ പേരിൽ ആരും വിഷമിക്കാനും നിൽക്കണ്ട എന്ന് പറയും. ഇത് കേൾക്കുന്ന ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും അജയനും ജയനും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദർശിൻ്റെ കാര്യം. ആദർശ് തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അന്ന് ആ മരണ വീട്ടിൽ വെച്ച് അനഘ മരിച്ചു എന്ന് പറഞ്ഞ് ആ വീട്ടിൽ ചെന്നപ്പോൾ എങ്ങനെയാണ് അവിടെ ആദർശിൻ്റെ ഫോട്ടോ കണ്ടത്, അതുപോലെ മോൾ എന്താണ് ആദർശിനെ അച്ഛ എന്ന് വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ആദർശിൻ്റെ സ്വഭാവം വെച്ച് അങ്ങനെ ഒരു തെറ്റവൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, ഇനിയിപ്പോൾ ഇവിടെ സംശയിക്കാനുള്ളത് അഭിയാണ് എന്ന് പറയുമ്പോൾ അജയൻ പറയുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്, അവനാണോ ഇതൊക്കെ ഒപ്പിച്ചതെന്ന് ആർക്കറിയാം എന്നിങ്ങനെ അജയനും പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അവിടുന്ന് എല്ലാവരും വരുമ്പോൾ ഈ രീതിയിലൊന്നും സംസാരിക്കേണ്ടതെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഇനി അഭിയാണ് എന്നുള്ള നമ്മുടെ സംശയം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഇനി അടുത്ത വഴക്കുണ്ടായാലോ, അതുകൊണ്ട് അങ്ങനെയൊന്നും അവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കേണ്ടതെന്ന് അജയനോട് മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. കിരണിന് ആദർശിനെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. ആദർശ് ചെല്ലുകയാണ്, DNA ടെസ്റ്റ് റിസൾട്ട് വന്നു കേട്ടോ. വരുമ്പോഴേ ആദർശ് ചോദിക്കും, റിസൾട്ട് എന്തായിടാന്ന് ചോദിക്കുമ്പോഴേക്കും പറയും, നീ അല്ല കൊച്ചിൻ്റെ അച്ഛൻ എന്ന് കിരൺ പറയും. അന്നേരം ആദർശ് പറയും, അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല, അതെനിക്കറിയായിരുന്നു, കൊച്ചിൻ്റെ അച്ഛൻ അഭിയാണോ എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അതെ അവനാണ് എന്ന് പറയും. എന്നിട്ട് കിരൺ പറയുന്നുണ്ട്, അന്ന് ആ മരണ വീട്ടിൽ നിൻ്റെ ഫോട്ടോ തൂക്കിയത് അവനാണ് ഈ ഡ്രാമ മൊത്തം കളിച്ചത് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവനെ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു, അവൻ ചെയ്ത് ഇത്രയും വലിയ തെറ്റെൻ്റെ തലയിൽ ഇട്ടിട്ട് അവനിപ്പോൾ തല ഉയർത്തിപ്പിടിച്ച് നടക്കുവാണ്, എന്നിട്ട് അവൻ്റെ ഭാര്യയും കൊച്ചിനെയും വിളിക്കാൻ വേണ്ടി പോയേക്കുക, അവൻ വിളിച്ചുകൊണ്ടിങ്ങ് വരട്ടെ, അവൻ്റെ സൂക്കേട് ഞാൻ തീർത്തു കൊടുക്കുക എന്നിങ്ങനെ പറയുക. അന്നേരത്തേക്കും കിരൺ പറയുന്നുണ്ട്, എടാ നീ എടുത്ത് ചാടരുത്, നവിക്ക് ഒരു ജീവിതം ഉള്ളതാണ്, അതുകൊണ്ട് നീ അഭിക്കിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പേരിൽ സങ്കടപ്പെടേണ്ടി വരുന്നത് നവിയായിരിക്കും, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ചിട്ടേ നീ ചെയ്യാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്.
അന്നേരം ആദർശ് പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും എനിക്കിത് മുത്തശ്ശനോട് പറയണം, അതുകൊണ്ട് മുത്തശ്ശനെ അറിയിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറയും. ഇടയ്ക്ക് വിളിക്കണമെന്ന് കിരൺ പറയുന്നുണ്ട്. അങ്ങനെ അവർ അവിടുന്ന് പിരിയുക കേട്ടോ. പിന്നീട് മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശി ചന്തുമോളെ ഇങ്ങനെ മുത്തശ്ശിയുടെ മുറിയിലൊക്കെ ഇങ്ങനെ കൊണ്ടിങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടിങ്ങനെ കൊടുത്തിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, മോൾ ഉടനെ ഒന്നും താഴോട്ട് വരണ്ട കേട്ടോ, അവിടെ എല്ലാവരും വന്നു കഴിയുമ്പോഴേക്കും മോൾക്ക് ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാണ് മോൾ ഇവിടെ ഇരുന്ന് കളിച്ചോ എന്ന് പറയുന്നത്. മോളെ ഞാൻ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നോളാം എന്നൊക്കെ പറയുമ്പോൾ, കുഴപ്പമില്ല ഞാനിവിടെ ഇരുന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും മോൾക്ക് അങ്ങ് ചെറിയ വിഷമാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ ഇങ്ങനെ താഴെ ഹാളിൽ തന്നെ ഉണ്ട്. അവിടെ സ്വീകരിക്കാനുള്ള വിളക്കൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ച് അവരെല്ലാവരും കാത്തിരിക്കുകയാണ്. അന്നേരത്തേക്ക് അങ്ങോട്ടേക്ക് അവിടെ അവരുടെ ജോൽസിന് ഇങ്ങനെ വരുവാണ്. വരുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഒരുപാട് നാളായല്ലോ ഇങ്ങോട്ട് വന്നിട്ട് എന്ന്. അന്നേരം അദ്ദേഹം പറയുന്നുണ്ട്, ഇതാണല്ലേ ഈ കുടുംബത്തിൻ്റെ അടുത്ത അനന്തരാവകാശിയായിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്, ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നാൽ ശരിയാകുകയില്ലല്ലോ, അതുകൊണ്ടാണ് വന്നത് എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, വരാതിരിക്കാൻ പറ്റത്തില്ല, ഇനി കുറേ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ളതല്ലേ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അന്നേരം അദ്ദേഹം മുത്തശ്ശനോടായിട്ട് ചോദിക്കുവാണ്, ഇവിടുത്തെ കൊച്ചുമോൻ എന്താ സംഭവിച്ചത് എന്ന്. അന്നേരം എന്താ ആദർശിൻ്റെ കാര്യമാണോ, എന്താ അവൻ എന്താ സംഭവിച്ചത് എന്ന് തിരിച്ചു ചോദിക്കുക. അന്നേരം അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആദർശ് വിളിച്ചായിരുന്നു, വിളിച്ചിട്ട് സമയം നോക്കണം ആദർശിൻ്റെ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആദർശൻ ഇപ്പം കണ്ടകശനിയാണ്, അപവാദം കേൾക്കും, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, അതുകൊണ്ട് ശിവനെ പോയി തൊഴണം, അതുപോലെ അയ്യപ്പൻ്റെ അടുത്ത് നീലാഗ്നം കഴിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ശനിയുടെ മുമ്പിൽ ശിവൻ പോലും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല, പക്ഷേ ഭക്തനെ അദ്ദേഹം അങ്ങനെ കൈവിടില്ലല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശാണെങ്കിൽ DNA ടെസ്റ്റ് റിസൾട്ടും ഒക്കെ ആയിട്ട് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നാളെ ഈ റിസൾട്ട് കണ്ടു കഴിയുമ്പോൾ അവരുടെ പ്രതികരണം എന്തൊക്കെയാണെന്ന് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ എന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.